ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടെ അല്ലാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറി അള്ളാഹു വാഗ്ദാനം ചെയ്ത അതിവിശാലമായ ആ സ്വർഗം നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സ്വർഗത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സ്വർഗത്തിന് വേണ്ടി നമ്മൾ മത്സരിക്കണം, ധൃതിപ്പെടണം അല്ലെ. സാദിഖൂ, അതിവിശാലമായ ആ സ്വർഗം ഒരാളും കണ്ടിട്ടില്ലാത്ത അല്ലെ, ഒരാൾക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രയും സുഖാനുഗ്രഹങ്ങള്. അതുപോലെ അവിടെ രോഗമില്ല, വാർദ്ധക്യമില്ല അല്ലെ, എപ്പോഴും നിത്യ യൗവനമായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി ധൃതിപ്പെടണം. ശാരിയൂ, അതുവരെ ഞാൻ തോന്നുന്നു പറഞ്ഞത് അല്ലെ. അല്ല, അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തെല്ലാം കാര്യങ്ങളാണ് സ്വർഗം കിട്ടാന് ആദ്യം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, എന്നിട്ടാണ് ഈമാനും അമലും സ്വാലിഹാത്തുകളും പറഞ്ഞിരുന്നത് അല്ലെ. അതായത് നമ്മൾ ഈമാൻ ഉറപ്പിക്കണം എന്ന് പറഞ്ഞ്, പിന്നെ ഈമാന് ദൃഢമായാൽ, വിശ്വാസം ശരിയായാണ്ട് ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂല അല്ലെ. അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത നിലയിൽ ഒരാള് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ തീർച്ചയായും അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അവൻ നരകാവകാശിയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇസ്തിഖാമത്ത് വേണമെന്ന് പറഞ്ഞു അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം ഈമാന് മാത്രം ഉണ്ടായാൽ പോരാ, അതിൽ നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള ആ ഒരു തൗഫീഖ് ഉണ്ടാകണം അല്ലെ. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് എന്നുള്ള ആയത്തൊക്കെ നമ്മൾ ഓതി. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ ആ ഇസ്തിഖാമത്തോടു കൂടി നമ്മൾ ജീവിച്ചാല് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും കൊതിക്കുന്നത് എന്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, അത് നമ്മൾ ഉറപ്പിക്കണം. ഏതൊരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലെ മരണസമയത്ത് ഒരാൾ ചൊല്ലി മരണപ്പെടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാ പറഞ്ഞത്. അപ്പം ഒരാൾക്ക് മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അയാളുടെ ജീവിതം എന്തായിരിക്കണം? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, എന്തൊരു കാര്യത്തിനും അള്ളാഹുവിന് എന്നുള്ള ആ ഒരു രീതിയിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ തൃപ്തി അല്ലെ, എല്ലാം അള്ളാഹു മാത്രം എന്നുള്ള ആ രീതിയിലേക്ക് നമ്മുടെ വിശ്വാസം പ്രവർത്തനങ്ങളും ഒക്കെ ആയാലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാകുന്നത്. അപ്പൊ ആ 1000 വട്ടം ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അയാൾ എന്താവൂല, അയാൾക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയണമെന്നില്ല. കാരണം വെറും നാവിലൂടെ ചൊല്ലി പറയുന്നതിലല്ല കാര്യം. അതിപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ജീവി സംസാരിക്കുന്ന തത്ത പക്ഷികളൊക്കെ ഇല്ലേ, അതിനൊക്കെ ചൊല്ലി പഠിപ്പിച്ചാൽ അതിങ്ങനെ പറഞ്ഞോളൂ. അതേപോലെ നമ്മളും ചൊല്ലി പഠിച്ച് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മള് ആ വിശ്വാസം കറക്റ്റ് ആണ്. നമ്മളെല്ലാ പ്രവർത്തനങ്ങളിലും അത് നമുക്ക് പ്രായോഗികമാക്കാനും കഴിയണം. അത് മറ്റുള്ളവർക്ക് അത് അല്ലെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഈമാൻ, നമ്മൾ വിശ്വാസം, ആ തൗഹീദിൽ അടിയുറച്ച ആ ഒരു ഇത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ പറഞ്ഞത് ഈ ഈമാനും അമലു സ്വാലിഹാത്തും ആണ് അല്ലെ. ഒരാള് വിശ്വാസിയായി മുഅ്മിനായി അൽഹംദുലില്ലാ, പക്ഷെ അയാളിൽ എന്തുണ്ടാകണം? സ്വർഗം കിട്ടണമെങ്കിൽ ധാരാളം സൽക്കർമ്മങ്ങളും കൂടി ഉണ്ടാകണം. വിശ്വാസം ഒരാളുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കൂടെ ഒരുപാട് നല്ല കർമ്മങ്ങൾ ഉണ്ടാകണം. അവനാണ് സ്വർഗാവകാശിയായി തീരാൻ സാധിക്കാം. അപ്പം ഞാൻ അന്ന് ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അന്ന് തന്നെ ഇരുന്ന് ചെയ്ത 3 ആൾക്കാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആകെ 3 പേരെ അയച്ചു തന്നുള്ളൂ. ഒന്നൊരു പുതിയ ആളാണ്, ആ പേര് ഞാൻ മറന്നുപോയി കേട്ടാ, സോറി. പിന്നെ നമ്മളെ കമർബാനു, മാഷാ അല്ലാ. പിന്നെ സഫിയത്തിയും.
ഇവര് മൂന്നുപേരാണ് പിന്നെ ഈ പറഞ്ഞ കാര്യം ആകെ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നത്. വേറെ ആരെങ്കിലും അയച്ചു തന്നോ എന്ന് എനിക്കറിയില്ല. വേറെ ആരും അയച്ചു തന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഈ ടാസ്ക് തുടരാം കേട്ടോ. അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈമാനും അമലും സ്വാലിഹാത്തും പിന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് എവിടേക്കാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ എങ്കിലും ഖുർആൻ ഒന്ന് തുറന്ന് കുറച്ചെങ്കിലും നമ്മൾ നോക്കാം. സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേര് പറയാൻ വേണ്ടിയിട്ടോ അല്ല. അത് നമുക്കറിയണ്ടേ അല്ലെ? അള്ളാഹു തആല എത്ര സ്ഥലങ്ങളിലെ പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. പിന്നെ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഭയമാണ് പറഞ്ഞിരുന്നത് അല്ലെ? അള്ളാഹിനെ ഭയപ്പെട്ടതിന്റെ കാരണത്താൽ ഒരാൾക്ക് സ്വർഗം കിട്ടിയ കഥ നമ്മൾ പറഞ്ഞില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തതും അതുപോലെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞത് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് 2 സ്വർഗത്തോപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ശരിക്കും ആർക്കാണ് അള്ളാഹുവിനെ ഭയപ്പെടാൻ കഴിയുക? അതോ അള്ളാഹുവിനെ ഭയപ്പെടാൻ കഴിയണമെങ്കിൽ അള്ളാഹിനെ കുറിച്ച് അറിയണം അല്ലെ? അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് അള്ളാഹിനെ കുറിച്ച് ഭയം ഉണ്ടാവും. അല്ലാത്ത ആളുകൾക്ക് എന്ത് അല്ലേ? അതിപ്പോ നാളെ പരലോകത്ത് എത്തിയാലല്ലേ അന്നേരം നോക്കാം, അന്നേരം കാണാന്നൊക്കെ ചിന്തിക്കും. ശരിക്കും റബ്ബിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നെ നമ്മള് പരിശുദ്ധ ഖുർആനില് നമ്മൾ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ? അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മ യഅതികും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആയത്ത്, ശരിക്കും ഫസ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തില് ചോദിക്കുന്ന പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ സ്വർഗത്തിൽ അങ്ങനെ വേഗം കടന്നു പോകാൻ? അല്ലെ മുമ്പുള്ള ആളുകൾക്കൊക്കെ വന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കാതെ. എന്നിട്ട് ആദ്യം അള്ളാഹ് അങ്ങനെ ഒരു ചോദ്യം നമ്മളെ മുമ്പിൽ ചോദിക്കുന്നെങ്കിലും ആ ആയത്തിന്റെ അവസാന ഭാഗം എന്താ? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അല്ലേ? സുബ്ഹാനല്ലാഹ്. നിനക്ക് അങ്ങനെ വേഗം വേഗം പെട്ടെന്ന് സ്വർഗം കിട്ടും നീ വിചാരിക്കുന്നുണ്ടാ? അങ്ങനെ നീ വിചാരിക്കണ്ട കേട്ടാ. കുറച്ച് പ്രയാസങ്ങളിൽ ഉണ്ടാവും. പക്ഷെ അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാവും എന്ന് പറയുമ്പോഴും അള്ളാഹു തആല നമ്മളെ ആശ്വസിപ്പിക്കുന്നില്ല. അള്ളാഹുന്റെ കാരുണ്യം എത്ര വിശാലമാണല്ലേ? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അള്ളാന്റെ സഹായം അടുത്തന്നെ ഉണ്ട്. നീ പ്രയാസപ്പെടണ്ട. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, പക്ഷെ റബ്ബിന്റെ സഹായം ഉണ്ടാകും എന്നൊരു ആശ്വാസവാക്ക് നമുക്ക് അള്ളാഹു തആല തരുന്നുണ്ട്. എവിടെ നമ്മൾ നോക്കിയാലും അത് കാണാൻ കഴിയും അല്ലെ? മുന്നറിയിപ്പും താക്കീതും ഭയപ്പെടുത്തലും ശിക്ഷയും അദാബ് നരകം അങ്ങനെ എല്ലാം പറയുമ്പോഴും അതിന്റെ അടുത്തൊക്കെ തന്നെ ആയിട്ട് എന്തുണ്ടാകും? സന്തോഷ വാർത്ത ഉണ്ടാകും, കാരുണ്യം ഉണ്ടാകും, സ്വർഗം ഉണ്ടാകും അല്ലെ? സുബ്ഹാനല്ലാഹ്. പാപമോചനം ഉണ്ടാകും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത്. അപ്പം അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കാണ് ഭയപ്പെടുന്നവർക്ക് അള്ളാഹു തആല സ്വർഗം നൽകാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭയപ്പെടാൻ കഴിയണമെങ്കിൽ അവൻ എന്ത് വേണം? ഇൽമ വേണം അല്ലെ? അള്ളാഹിനെ കുറിച്ചിട്ടുള്ള അറിവ് വേണം. അതുപോലെ വിനയം, അങ്ങേയറ്റം വിനയാന്വിതരായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ആ ഒരു കാര്യവും അള്ളാഹു തആല സ്വർഗം നേടിത്തരാൻ വേണ്ടിയിട്ട് നമുക്ക് കാരണമായി തീരുന്ന ഒരു കാര്യമാണ്. നമ്മൾ വിനയാന്വിതരാകുക അല്ലെ? ശരിക്കും നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ അതിന്റെ അലയൊലികൾ നമ്മൾ എവിടൊക്കെ കാണണം? നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ച സൂറത്തുൽ ബഖറയില് ആയത്തുൽ ബിർറ് പഠിച്ചല്ലേ? സുബ്ഹാനല്ലാഹ്. എത്രയാന്നുള്ളത് അതിന്റെ റിഫ്ലക്ഷൻ ഡേയിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് രാവിലെ മുതൽ ഓരോ കാര്യങ്ങളായിട്ട് എനിക്ക് ഇങ്ങനെ ഫോണെടുത്ത് പറയാൻ ഇങ്ങനെ ഞാനത് അവിടെ വെച്ച് പിന്നെ കുറെ ആൾക്കാർ പലതും ഞാൻ പറയണം വിചാരിച്ചൊക്കെ പറഞ്ഞു. പിന്നെ കേൾക്കാൻ തന്നെ ഒരുപാട് പെൻഡിങ് ആയപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഞാൻ ഇട്ടാലും ചിലപ്പോ എല്ലാവർക്കും അതൊന്നും കേൾക്കാൻ ഒരു ഒഴിവുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് വഴിയെ ഒരുപക്ഷെ ക്ലാസ്സിലോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ മാറ്റിവെച്ച്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഒരുപാട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരായത്തിൽ അല്ലാഹു തആല എന്തെല്ലാം കാര്യങ്ങളാ നമുക്ക് അറിയിച്ചു തരുന്നത്. ശരിക്കും ഞാൻ ആയത്ത് ഇങ്ങനെ അതിന്റെ മുമ്പേ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആ ആയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയതാ. അന്നേ നമ്മൾ വിശദീകരണങ്ങളിൽ അത് അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും വീണ്ടും അത് കേൾക്കുമ്പോൾ ഒന്നും കൂടി പിന്നെയും ഇപ്പം പണ്ടുള്ള ആൾക്കാര് ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ പറയൂല,
ആ വെറും നിസ്കരിക്കുക നോമ്പെടുക്കുക ആക്കം ചെയ്താൽ മാത്രം പോരാ. ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ദീന് എന്ന് പറഞ്ഞിട്ട് വെറും നിസ്കരിക്കലും നോമ്പെടുക്കലും മാത്രമല്ല. ശരിക്കും അങ്ങനെയല്ല. അള്ളാഹു തആല പറയുന്നില്ലേ, ഇർസൽ ബിർറൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖ് വൽ മഗ്രിബ്. വെറും പുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ മശ്രിഖും മഗ്രിബിലും മുഖം തിരിക്കാന്ന് പറയുന്നതല്ല. അല്ലെ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല തന്നെ നമ്മളോട് അങ്ങനെ പറയുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം പറഞ്ഞിട്ട് എന്നാ നിസ്കാരം അതിന്റെ കൂടെ പറഞ്ഞിട്ടും ഉണ്ട് ഇല്ലേ? സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കണം, പക്ഷെ എങ്ങനെയുള്ള വിശ്വാസി ആയിരിക്കണം? നിസ്കരിക്കുന്ന വിശ്വാസി ആകണം. ആ നിസ്കരിക്കുന്ന ഒരു വിശ്വാസി നിസ്കരിക്കുന്ന ഒരാൾ മാത്രമായാൽ പോരാ അല്ലെ? നിസ്കാരം മാത്രം കറക്റ്റ് പെർഫെക്റ്റ് 5 നേരം കൃത്യമായിട്ട് നിർവഹിക്കും, പള്ളിയിൽ ജമാഅത്തായിട്ട് പോകും, അതെല്ലാം കറക്റ്റ് ചെയ്യും, അത് പോരാ അല്ലെ? എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നല്ലേ. ധനം ചെലവഴിക്കേണ്ടത് എവിടെയൊക്കെയാണ്, ആർക്കൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എല്ലാം അതിന്റെ ഇടയിൽ ക്ഷമിക്കേണ്ട കാര്യങ്ങളും അല്ലേ? സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മള് ചാരിറ്റി ഗ്രൂപ്പിന്റെ കാര്യം ഓർക്കുമ്പോ ആ ആയത്തുകൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് വലിയൊരു ആശ്വാസം ഉണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് അള്ളാഹു ഇറങ്ങാൻ അവസരം തന്നതുകൊണ്ട് മാത്രമാണ് പിന്നെ ഒരു മിസ്കീന്റെ അല്ലെ, ഒരു യതീമിന്റെ, ഒരു വിധവന്റെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ അറിയുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ പണ്ട് ഇങ്ങനെ ഓരോ ഹദീസുകൾ പഠിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഉപദേശങ്ങളുണ്ട്. ഏഴെട്ടോ ഉപദേശങ്ങളുണ്ട്. അതിലൊരു ഉപദേശം അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ പാവപ്പെട്ട മിസ്കീന്മാരുടെ കൂടെ സഹവസിക്കുക, അവർക്കിടയിൽ ജീവിച്ചിട്ട് അവരുടെ പ്രയാസങ്ങൾ കണ്ടെത്തി അവരുടെ കൂടെ ഒരാളായിട്ട് നീ ജീവിക്കുക, അവർക്ക് എന്നിട്ട് സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഞാനത് കേട്ടപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു, പഠിച്ചവനെ എങ്ങനെയാണ് ഇതിപ്പോ പ്രാവർത്തികമാക്കാൻ കഴിയാനില്ലേ? പാവപ്പെട്ട ആൾക്കാരുടെ കൂടെ പോയി കഴിയാന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല അല്ലെ? നമുക്ക് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ തന്നെ നമുക്ക് ഒരുപാട് കുന്നോളം മലയോളം കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. ഈ പാവപ്പെട്ട ആൾക്കാര്, പ്രത്യേകിച്ച് മിസ്കീൻ എന്ന് പറയുമ്പോൾ പ്രത്യേകം അതിൽ പറയുന്നുണ്ട് അല്ലെ, അവരെന്ന് വെച്ചാല് ഉള്ളത് കൊണ്ട് എന്താ പറയാ, അങ്ങനെ മെല്ലെ പോകുന്നതാ. ശരിക്കും ഒരാളോട് അവര് സഹായം ചോദിച്ച് ചെല്ലുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ അവർ ആരോടും പറയുന്നില്ല, അവരുടെ ഉള്ളിൽ ഒതുക്കി വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന അങ്ങനത്തെ ആൾക്കാരെ പോയി സഹായിക്കേണ്ടത്. അപ്പൊ ഞാൻ ചിന്തിക്കും, പഠിച്ചവനെ അങ്ങനത്തെ ആളെ എങ്ങനെ കണ്ടെത്താലേ? അങ്ങനത്തെ ആൾക്കാരെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയുക? ആരോടും പറയാത്തൊരു വിഷമം പറയാത്ത ഒരാളെ വിഷമം നമ്മൾ എങ്ങനെ അറിയാം അല്ലേ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇങ്ങനെ ഒരു സംരംഭവുമായി ഇറങ്ങിയ സന്ദർഭത്തിലാണ് നമുക്ക് ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളെ നമ്മളിലേക്ക് റബ്ബ് എത്തിച്ചു തരുന്നത്, അറിയിച്ചു തരുന്നത്. ഇതാ ഇന്ന പോലെ ഉണ്ട് ആൾക്കാർ, നീ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് എത്തിച്ചതുപോലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും അറിഞ്ഞ് സഹായിക്കണം എന്ന് നമ്മൾ പറയുന്നില്ലേ, അറിയിച്ചു തരുന്നുണ്ട് റബ്ബ്. നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വെക്കുകയും അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുമ്പോൾ അള്ളാന്റെ ഭാഗത്തുനിന്ന് നമ്മളെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ അള്ളാഹു തആല എത്തിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ യത്തീമിന്റെ കാര്യമായിക്കോട്ടെ, ഒരു വിധവന്റെ കാര്യമായിക്കോട്ടെ, എങ്ങനെയായാലും ശരിക്കും ഇങ്ങനെ ഒരു ഇതിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു പരിധിവരെ ഒന്നും അറിയുന്നുണ്ടാവൂല. ഇതിങ്ങനെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ചിലപ്പം സമൂഹത്തില് പിന്നെ ഇങ്ങനെ പറയാൻ മടിക്കുന്ന ആൾക്കാർ, ചിലരുടെ കാര്യങ്ങൾ ചിലരറിയല്ലോ. അപ്പൊ നമ്മളടുത്ത് ഇങ്ങനെ പേഴ്സണലായിട്ട് വന്ന് പറയും, ഇന്ന പോലെ ഒരു വിഷമിക്കുന്ന ആളുണ്ട്, അവരൊരാളോടും സഹായം ചോദിക്കുന്നില്ല. ഇനിയും ചോറിന് എന്താ കറി എന്ന് വെച്ചാല് അത് ചിലപ്പോ ഉച്ചക്കത്തേക്കുള്ള ഭാഗം ഉണ്ടാവൂല. അപ്പൊ അറിയാലോ അത് രാവിലത്തെ ഉണ്ട്, അത് ഒപ്പിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ശരിക്കും ആ ഉച്ചക്കത്തേക്കുള്ളതിന് അവർക്ക് ഉണ്ടാവൂല. പക്ഷെ അവരൊരാൾ മുമ്പിൽ കൈ നീട്ടുന്നില്ല. കഞ്ഞിയാണെങ്കിൽ കഞ്ഞി അത് മെല്ലെ ആരും അറിയാതെ അത് കുടിച്ച് വിശപ്പടക്കി മെല്ലെ അങ്ങനെ ജീവിതം പോകുന്ന എത്ര കുടുംബങ്ങൾ ഉണ്ടെന്ന് അറിയോ? സുബ്ഹാനല്ലാഹ്. പിന്നെ അള്ളാഹു തആല അങ്ങനെയുള്ളവർക്കൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരം അർഹതപ്പെട്ട അവകാശികളെ തേടി എത്തി അല്ലെ, അവർക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ ഞാൻ എന്റെ കാര്യം പറയാ, ഓരോ ദിവസവും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഇടയിലൂടെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്താ പറയാ, എന്റെ തലയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഓരോ ആൾക്കാരെ കുറിച്ച്, ഓരോരാൾ പറഞ്ഞതും കാര്യങ്ങളും. അപ്പൊ അതെന്താ ചെയ്തു കൊടുക്കുക, അവർക്ക് എന്താ ചെയ്തു കൊടുക്കുക, ഇവർക്ക് എങ്ങനെ ചെയ്തു കൊടുക്കുക, അവർക്കുള്ള സഹായം എങ്ങനെ എത്തിച്ചു കൊടുക്കണ്ടേ, അവർക്ക് നമ്മൾ എങ്ങനെ ഇപ്പൊ ഓരോ കാര്യങ്ങളും ഗ്രൂപ്പിൽ ചോദിക്കുമ്പോ അതും ഒരു പ്രയാസം ഉണ്ട് സത്യം പറഞ്ഞാല്.
പക്ഷെ ഞാൻ വിചാരിക്കും രണ്ടും കൽപ്പിച്ച പഠിച്ചവനെ, വേറെ എന്റെ മുമ്പിൽ വേറെ വഴിയില്ല, അല്ല നീ എത്തിച്ചതാ, അല്ല നീ എത്തിച്ചതാ, അങ്ങനെ പറഞ്ഞിട്ട് ഒരാൾ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കും, ധൈര്യത്തോട് കൊടുക്കും. പക്ഷെ ഇപ്പുറത്ത് ശരിക്കും കൊടുക്കുമ്പോ അല്ല തരൂന്ന് പറഞ്ഞ പോലെ ഗ്രൂപ്പിലെ അക്കൗണ്ടിലേക്ക് ഉണ്ടാവും സുബ്ഹാനല്ലാ, ഇങ്ങനെ പല വിധത്തിൽ പൈസ വരുന്നില്ല. ആരെങ്കിലും ഒരു വിഷമം പറയുമ്പോ കൊടുക്കാൻ തന്നെ ഞാൻ ഏൽക്കും. കാരണം ഞാൻ എന്തായാലും എന്റെ കയ്യിലില്ല, എന്റെ അടുത്ത് കൊടുത്തു കൊടുക്കാനൊന്നും എന്റെ അടുത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് റബ്ബിലൊരു പ്രതീക്ഷ അല്ലെ, നമ്മള് ഒരു നിരാശ ആക്കൂല. നമുക്ക് നോക്കാം, ഇൻഷാ അല്ലാഹ് നിങ്ങൾ നല്ലോണം ദുആ ചെയ്യ്. ഞാൻ അവരോട് പറഞ്ഞു നല്ലോണം ദുആ ചെയ്യ്, അല്ലാഹ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമായിരിക്കും. ശരിക്കും റബ്ബില് നമ്മൾ തവക്കുൽ ചെയ്താല് അള്ളാഹു നമ്മളെ മുമ്പിൽ എത്തിച്ചു തരും എന്ന് പറയുന്നത് ഒരുപാട് തവണ എന്താ പറയാ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം. അള്ളാഹു താല സ്വീകരിക്കട്ടെ, ആമീൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ നമ്മള് ഒരു വിശ്വാസിയാണെങ്കിൽ നമ്മൾ അതില് നമ്മളുടെ പ്രവർത്തനങ്ങളിലൊക്കെ അത് വരണം അല്ലെ. അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ മേഖലയിലെല്ലാം നമ്മൾ കൈവെക്കണം അല്ലെ. ഇതൊന്നും നമ്മളെ ബാധ്യതയല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ആൾക്കാരല്ല നമ്മൾ ഓരോരുത്തരും. പിന്നെ പുണ്യം എന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞു, നിസ്കാരം എന്നുള്ളത് നമ്മള് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തന്നെ. പക്ഷെ ഒരു നിസ്കരിക്കുന്ന ഒരു വിശ്വാസിക്ക് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉണ്ടാവണം അല്ലെ. സുബ്ഹാനല്ലാഹ്. മുമ്പൊരിക്കല് ഒരാളെ കുറിച്ച് ഒരാള് വിലയിരുത്തി, ഞാനിതിങ്ങനെ കേട്ട്, ശരിക്കും പറഞ്ഞാൽ അതൊരു പരദൂഷണം പോലെ ആകും. എന്ന് വെച്ചാല് ഇപ്പോഴൊന്നല്ല കേട്ടോ, കുറേ വർഷം മുമ്പ് ഞാന് എന്റെ ഒരു ചെറിയ പ്രായത്തിൽ ഞാനിങ്ങനെ കേൾക്കുകയായിരുന്നു വേറൊരാൾ പറയുന്നത്. അപ്പൊ പിന്നെ എന്താ വെച്ചാല് നിസ്കരിക്കാനൊന്നും അങ്ങനെ പള്ളിയിലൊന്നും അങ്ങനെ പോകുന്ന കാണലില്ല. നിസ്കാരം ഉണ്ടോന്ന് തന്നെ അങ്ങനെ ഒരു വിലയിരുത്തൂല ഓരോ ആൾക്കാരെ. വേഷം കൊണ്ടും വലിയ മുത്തക്കിയാന്ന് തോന്നൂല. വേഷവിധാനെല്ലാം കുറച്ച് ഫാഷൻ ആയിട്ടുള്ള ഒരാള്, പിന്നെ അവരെ കുറിച്ച് ഇങ്ങനെ ഒരാളിങ്ങനെ, പക്ഷെ വലിയ എന്താ പറയാ പണമുള്ള പൈസക്കാരനാണ്, നല്ല ക്യാഷ് ഉള്ള ഒരാളാണ്, നല്ല ഒരു ക്യാഷ് ടീമാണ്. പക്ഷെ പിന്നെ നിസ്കാരത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തുന്ന പോലെ ഒരാളിങ്ങനെ അയാളെ കുറിച്ച് പറയുന്നത്. അപ്പം പിന്നെ ഒരിക്കല് ആ വ്യക്തിനെ കുറിച്ച് വേറൊരാൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത്, സുബ്ഹാനല്ലാഹ്, അവര് ചെയ്യുന്ന ചാരിറ്റിക്ക് കണക്കില്ല. അവര് എത്തിച്ചു കൊടുക്കുന്ന കുടുംബങ്ങൾ, അവർ സംരക്ഷിക്കുന്ന യത്തീമുകൾ, വിധവകൾ, അങ്ങനെയുള്ള പാവപ്പെട്ട ആളുകൾക്കൊക്കെ അവർ ചെയ്തു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ, അത് അവർ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷെ ആ പറയുന്ന വ്യക്തി അവർക്ക് പേഴ്സണലായിട്ട് അറിയുന്നതുകൊണ്ട് അവര് മുഖാന്തരങ്ങാനാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവരറിയുന്നു. പക്ഷെ വേറെ പുറമേന്ന് ആൾക്കാർ ആരും അറിയുന്നില്ല. ഇത്രയും പിന്നെ ഉദാരമായിട്ട് ഇങ്ങനെ പിന്നെ വിഷമിക്കുന്ന ആൾക്കാരെ കണ്ടെത്തിയിട്ട് സഹായിക്കുന്നുണ്ടെന്ന്, ആ വ്യക്തിയാണ് സഹായിക്കുന്നതെന്ന് സഹായം കിട്ടുന്ന ആളുകൾ പോലും അറിയാത്ത രീതിയിൽ അത്രയും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന, സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരുടെ നിസ്കാരത്തിൽ അവർ ശ്രദ്ധിക്കുന്നുണ്ടാകും. പക്ഷെ പിന്നെ ചിലപ്പോ എല്ലാ നേരം അവ്വല് ഭക്തിയിൽ പള്ളിയിൽ ജമാഅത്തായിട്ടും ചിലപ്പോ പോകുന്നുണ്ടാവില്ലായിരിക്കും. യാത്രകളും തിരക്കുകളിലുള്ള ആൾക്കാർ, യാത്രക്കാർക്ക് ജമ്മും കസറാക്കാം. അപ്പൊ ചിലപ്പോ അവർ ജമ്മാക്കിയിട്ട് ഒരുമിച്ച് നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അടുത്ത വക്തിയിൽ പള്ളിയിൽ പോകില്ലല്ലോ. അപ്പൊ ഇതെല്ലാം ആൾക്കാർ ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് പള്ളിയിൽ ഉണ്ടാകുന്നില്ല, ഇങ്ങനെയെല്ലാം കുറ്റപ്പെടുത്തുന്ന ഒരു ഭാഗത്തുനിന്ന്. പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താ അറിയോ, നമ്മൾ ഒരാളെയും ഒരു പുറമേ നിന്നുള്ള ഒരു കാഴ്ച കണ്ടിട്ട് ഒരാളെയും വിലയിരുത്താൻ പാടില്ല. കാരണം അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റം പറഞ്ഞ ആളുകൾക്ക് എത്രമാത്രം അതിന്റെ കുറ്റം ഉണ്ടാവും. കാരണം അവർ ചെയ്യുന്ന നന്മകളൊന്നും അവരറിയുന്നില്ല, ഈ കുറ്റം പറഞ്ഞ ആളുകൾ അറിയുന്നില്ല. ഞാൻ എന്നെ ചിന്തിച്ചു പോയി, സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ കാര്യങ്ങൾ ഇവർ ചെയ്യുന്ന. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമല്ലല്ലേ, അനാഥയെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് പറഞ്ഞിട്ട് തന്റെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തത് സഹാബാക്കൾക്ക്. അപ്പം അനാഥ സംരക്ഷണം, വിധവാ സംരക്ഷണം എന്നെല്ലാം പറയുന്നത്, ഒരു മിനിറ്റ്. അപ്പം ഭയങ്കര പ്രതിഫലാർഹമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മള് അങ്ങനെയുള്ള പിന്നെ ഒരുപാട് സഹോദരിമാരുണ്ട്, ശരിക്കും തുറന്നു പറയാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയോ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെല്ലാം കണ്ടെത്തിയിട്ട് സഹായം എത്തിച്ചു കൊടുക്കണം. നമ്മൾ ചെയ്യുന്നത് തന്നെ അള്ളാഹു തആല അള്ളാഹിന്റെ പേരിൽ അള്ളാഹു സ്വീകരിക്കുന്ന നല്ലൊരു സാലിഹായ സൽക്കർമ്മമായി അള്ളാഹു തആല അതിനെ സ്വീകരിക്കട്ടെ.
ഇതിപ്പം എനിക്ക് ഈ ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ പ്രതിഫലം ഉണ്ടാവും. അല്ലാഹു തആല എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. 100 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും അത് 50 രൂപയാണെങ്കിലും ഒന്നും ഒരു കുറഞ്ഞ പൈസയാണെന്ന് ആരും വിചാരിക്കണ്ട അല്ലെ. അത് ഒരുപാട് പിന്നെ ബർക്കത്തുള്ള ഒരു പൈസ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. അൽഹംദുലില്ലാ. അപ്പം പിന്നെ സ്വർഗം ലഭിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈമാന് അമലു സ്വാലിഹാത്ത്. അപ്പൊ അമലു സ്വാലിഹാത്തുകൾ എന്ന് പറയുമ്പോൾ എന്തെല്ലാം അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം എന്താണ് അമലു സ്വാലിഹാത്തുകളാണ് അല്ലെ. വെറും നിസ്കരിക്കുക, നോമ്പെടുക്കുക, പിന്നെ സക്കാത്ത് കൊടുക്കുക, ഹജ്ജ് ചെയ്യുക, അതൊന്നും മാത്രമല്ല അമലു സ്വാലിഹാത്തുകൾ എന്ന് പറയുമ്പോൾ അല്ലെ. പിന്നെ കുടുംബ ബന്ധം ചേർക്കല്, ബന്ധത്തിലല്ലേ, കുടുംബ ബന്ധമുള്ള ആളുകൾക്ക് കൊടുക്കാന്ന് പറയുന്നതിന്റെ പ്രതിഫലം നിങ്ങൾ കേട്ടില്ലല്ലേ. സുബ്ഹാനല്ലാഹ്, അത് എത്ര വലിയ കാര്യാന്നൊന്ന് ചിന്തിച്ചു നോക്കിയട്ടെ അല്ലേ. അപ്പം നമ്മള് ഇന്നലെ മിഞ്ഞാന്ന് ഒരാളെ പ്രയാസം ഞാൻ കേട്ടിട്ട് എനിക്ക് സങ്കടം തോന്നിപ്പോയി സത്യം പറഞ്ഞാല്. വെച്ചാല് കുടുംബത്തിന് ചെലവഴിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്രവണത. കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, പക്ഷെ ചെയ്യാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന എന്തിനീ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അല്ലേ. അങ്ങനെയൊക്കെ പിന്നെ ചെയ്യുമ്പോ ചിലപ്പോ ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. അള്ളാഹു തആല മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ പറയുന്നത് എന്താ അറിയോ, സ്വർഗം കിട്ടേണ്ട, സ്വർഗം ലഭിക്കാനുള്ള കാരണങ്ങൾ പറയുമ്പോ പറയുന്ന വെച്ചാല് പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള ബന്ധം നല്ല ദൃഢമാക്കാൻ, അള്ളാഹുലേക്ക് നമ്മൾ ഭയങ്കരമായ ഇഷ്ടം വെക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മളില്ലേ അത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു സജ്ദയിൽ നമ്മളെ എല്ലാ ദിവസവും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ ആ സൂറത്തു സജ്ദ, എല്ലാ വെള്ളിയാഴ്ചകളിലും സുബഹിക്ക് ഓതൽ സുന്നത്തായ ആ സൂറത്തു സജ്ദ, ആ സൂറത്തു സജ്ദയിൽ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗാവകാശികളായ മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഇന്നമാ യുഅ്മിനു ബിആയാതിന അല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറൂ സുജ്ജദൻ വസബ്ബഹു ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ അല്ലെ, അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കപ്പെട്ടാൽ, പറയപ്പെട്ടാൽ അവരെന്താണ് സുജൂദിൽ വീഴും അല്ലെ. എന്നിട്ട് അള്ളാഹുവിന് ധാരാളമായി തസ്ബീഹും തഹ്മീദും ചെയ്യും. അവരൊരിക്കലും ഉണ്ടാക്കൂല ലാ യസ്തക്ബിറൂൻ, അവർക്ക് അഹങ്കാരമില്ലാത്തവരാണ്, അഹംഭാവം നടിക്കുകയില്ല അവര്. എന്നിട്ട് അവരെ കുറിച്ച് അള്ളാഹു തആല എന്താ പറഞ്ഞതറിയോ, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവര് എന്താണ് അള്ളാഹുവിലുള്ള അങ്ങേയറ്റത്തെ ഭയവും പ്രതീക്ഷയും അല്ലെ, രണ്ടും കാരണത്താല് അവര് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഓടി എടുക്കുന്ന പറയുന്നത്, സ്ഥലങ്ങൾ വിട്ട് അകന്നു പോകും. തതജാഫ ജുനൂബുഹും അനിൽ മള വെച്ചാല് കിടക്കുന്ന കിടപ്പറയിൽ നിന്ന് അവർക്ക് ഉറക്കം കിട്ടൂല, എണീച്ചു പോകുന്ന പറയുന്നു. എന്ത് കാരണം? അള്ളാഹിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിലേക്കുള്ള അങ്ങേയറ്റത്തെ പ്രതീക്ഷയും ഭയവും നിമിത്തം അവര് എന്താണ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് അള്ളാഹു തആല നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ശരിക്കും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ സൂറത്തുൽ ബഖറയില് മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ പറയുമ്പോൾ ഫസ്റ്റ് പറയുമ്പോൾ ഗൈബിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ നിസ്കാരവും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് അല്ലെ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. എത്ര സ്ഥലങ്ങളിൽ ഉണ്ടെന്നറിയോ ഈ ഒരു കാര്യം? അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്ന ആ ഒരു സ്വഭാവം, അത് മുത്തഖീങ്ങളുടെ ക്വാളിറ്റിയാണ്, മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റിയാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുടെ ക്വാളിറ്റിയാണ്, അള്ളാഹു സ്വർഗം നൽകാം എന്ന് പറഞ്ഞ ആൾക്കാർക്കുള്ള ഗുണങ്ങളിൽ പെട്ടതാണ് ചെലവഴിക്കാനുള്ള ഒരു മനസ്സ്. ചെലവഴിക്കാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകൾക്കുള്ള ഒരു ഗുണമാണെന്ത്? കൊടുക്കാന്നുള്ളത്. എത്ര നമുക്ക് കുറച്ചാണ് നമ്മളെ കയ്യിലുള്ളതെങ്കിലും അതിൽ നിന്ന്, നമ്മളടുത്ത് എന്താണോ ഉള്ളത് അതിൽ നിന്ന്, നമ്മളടുത്ത് സമയമുണ്ടോ അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാകണം. നമുക്ക് ആരോഗ്യമുണ്ടോ
അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാകണം. നമുക്ക് നല്ല സംസാരിച്ച് സമാധാനം കൊടുക്കാനുള്ള കഴിവുണ്ടോ? അതും നമ്മൾ എന്താക്കണം, നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലെ? വെറും സമ്പത്ത് മാത്ര അല്ല, സമ്പത്തും ചെലവഴിക്കണം. സമ്പത്തും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയണം. അപ്പം അള്ളാഹു നൽകിയത് എന്തോ അതിൽ നിന്ന് അതിത്തിരിയാണെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചാല് അള്ളാഹു തരാൻ ഇഷ്ടം പോലെ അല്ലെ. അള്ളാഹ് ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് നൽകാന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് കൊടുത്താല് അത് കുറയൂല, ഉറപ്പായിട്ടും കുറയൂല. അള്ളാഹ് വർദ്ധിപ്പിച്ച് നൽകും. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു ഇവിടെ പറഞ്ഞത് അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹുലേക്ക് ഇങ്ങനെ ഓടിയെടുക്കാൻ, റബ്ബിലേക്ക് ഓടിയെത്താൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ഇങ്ങനെ പാർശ്വങ്ങളിലെ കിടത്തം കുത്തൂല. തഹജ്ജുദിന്റെ സമയങ്ങളില് ഉറക്കം കിട്ടൂല അവർക്ക്. എഴുന്നേറ്റ് റബ്ബിന്റെ അല്ലെ, എന്റെ റബ്ബ് ഏഴാൻ ആകാശത്ത് നിന്ന് ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോ ആ ദുആക്ക് ഉത്തരം നൽകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആ റബ്ബിലേക്ക് എണീച്ച് പോകാനല്ലേ. സുബ്ഹാനല്ലാഹ്. ആ ഒരു ഇത്, ആ ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചാല്, അങ്ങനെ സ്ഥാപിച്ചാൽ അല്ലാഹു തആല എന്ത് നൽകും? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു നഫ്സിനും അറിയാത്ത അല്ലാഹു തആല ഗോപ്യമാക്കി വെച്ച ആ കൺകുളിർമയുള്ള ആ ഒരു കാഴ്ച, ആ സ്വർഗം, സ്വർഗീയ അനുഗ്രഹം അല്ലാഹു തആല അവർക്ക് നൽകുന്ന പറയുന്നത്. എന്ത് കാരണത്താൽ? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവര് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായിക്കൊണ്ട്. പ്രവർത്തിച്ചതുകൊണ്ടാ കിട്ടിയത്, വെറുതെ ഇരുന്നിട്ടല്ല. അതാ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സ്വർഗം കിട്ടണോ? പ്രവർത്തിക്കണം. നമ്മളെ കർമ്മങ്ങളിൽ അത് പ്രതിഫലിക്കണം. നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് അത് കാണിക്കാൻ കഴിയണം. പ്രാർത്ഥിക്കണം, നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം കേട്ടോ. അല്ലാഹുവേ നീ സഹായിക്കണേ അല്ലാഹ്. ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിലേക്ക് എത്താൻ, അല്ലെ? മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പ് പിന്നെ സഹാബാക്കൾ, അവര് സലഫ് സാലിഹ്യങ്ങളായ നല്ല ആളുകൾ എപ്പോഴും ദുആ ചെയ്യുമ്പോലും അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഇന്ന് എനിക്ക് ധനം ചെലവഴിക്കാൻ ഒരു അവസരം നൽകണേ അല്ലാഹ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, അള്ളാന്റെ മാർഗത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ എനിക്കൊരവസരം ഇന്നത്തെ ദിവസം നീ എനിക്ക് നൽകണേ റഹ്മാനെ. അല്ലെ? അങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയും അതിന് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. ചെലവഴിച്ചത് എന്തോ അതാണ് നമുക്കുള്ളത്, അല്ലെ? ചെലവഴിക്കാതെ ബാക്കി വെച്ചതോ അനന്തരാവകാശികൾക്കുള്ളതാ. നമ്മൾ അനന്തരാവകാശികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നല്ലേ, കിട്ടുന്നതെല്ലാം പെട്ടിയിലിട്ട് പൂട്ടി വെച്ച്, അല്ലെങ്കിൽ പുതിയ എന്താ പറയാ, പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് വർദ്ധിക്കാൻ ചെയ്യണം. അനന്തരാവകാശികൾക്കൊക്കെ വേണം, കരുതണം, ഒക്കെ ചെയ്യണം, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് വേണ്ടി ഒന്നും സമ്പാദിക്കാതെ ആകരുത് നമ്മളുടെ ഈ ദുനിയാവിൽ നിന്നുള്ള യാത്ര. നമ്മൾ ഇവിടുന്ന് പോകുമ്പോ നമ്മളെ കയ്യിൽ ഒന്നും ഇല്ലാണ്ട് പാപ്പരായിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ കുറെ ചെയ്തിട്ട് അല്ലെ, അല്ലദീന ളല്ല സഅയും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുനഅ. അങ്ങനെയും ആയി പോകാൻ പാടില്ല, അല്ലെ? കുറെ എന്തെല്ലോ ചെയ്തിന്, പക്ഷെ ഒന്നും ഇല്ലാണ്ട് വിചാരിക്കുന്ന കുറെ ഞാൻ ചെയ്തിന്, പക്ഷെ അവിടെ എത്തുമ്പോ ഒന്നും ഇല്ലാത്ത അവസ്ഥ, അതും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പാപ്പരാകുന്ന ഒരു അവസ്ഥയും ആകാൻ പാടില്ല, അല്ലെ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കുറെ ചെയ്ത് എന്നിട്ട് അവര് ഇവരെല്ലാം കുറ്റം പറഞ്ഞ് നടന്ന്, അല്ലെ? എന്നിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുക്കാനേ ഉണ്ടാകും. ഞാനിങ്ങനെ മുറ്റം, ഇപ്പൊ ഇല കൊഴിയുന്ന സമയമാണല്ലോ, ഞങ്ങളെ മുറ്റത്ത് 2 വലിയ തേക്കുണ്ട്, തേക്ക് മരം. ഒരു മിനിറ്റ്. ഒരു കോള് വന്നതാണേ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞ, ഞാൻ എന്താ പറഞ്ഞേ, പറഞ്ഞതിൽ പെട്ടെന്ന് വിട്ടുപോയി.
നസീറ കമറു എല്ലാം ഉറങ്ങിപ്പോ ഉണ്ടാവുള്ളൂ നമ്മൾ അമലുകളെല്ലാം. ആ പാപ്പരായി പോകുന്ന അവസ്ഥ അല്ലെ. ഒന്നും പിന്നെ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് പിന്നെ വീട്ടിന്റെ മുറ്റത്ത് തേക്ക് വരണ്ടായതാ പറഞ്ഞല്ലേ. സുബ്ഹാനല്ലാഹ്. അതിങ്ങനെ വലിയ വലിയ ഇലകളാണല്ലോ. അപ്പം മുറ്റം നിറയെ ഉണ്ടാവും. അപ്പം വൈകുന്നേരം ഇങ്ങനെ അടിച്ചു കൂട്ടുമ്പോ ഇങ്ങനെ കുന്നുപോലെ ഉണ്ടാവും. അടിച്ചു കൂട്ടി വെച്ചത് പിന്നെ വലിയ കുന്നുപോലെ ഉണ്ട്. പക്ഷെ വലിയ വലിയ ഇലകളായതുകൊണ്ട് അതിങ്ങനെ നല്ല ഹൈറ്റിൽ ഉണ്ടാകും. അപ്പൊ ഞാനിങ്ങനെ അടിച്ചു വാരിയിട്ട് കടലാസ് കൊണ്ട് അതിങ്ങനെ തീ കൊളുത്തി കത്തുമ്പില്ലേ ചെടപെടാന്നിട്ട് സ്പീഡിൽ കത്തിയിട്ട് ഒറ്റ കത്തി തീരും. അത് തീരുമ്പോ പെട്ടെന്ന് കത്തിത്തീരേ. അപ്പത്തേക്ക് അതെല്ലാം അമർന്ന് ചാരമായിട്ട് ആ മണ്ണിലേക്ക് ഇതായില്ലേ. അന്നേരം ഞാൻ ഇതാ ചിന്തിക്കല്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല പറയുന്നില്ലേ അല്ലെ, നീ ഖിയാമത്ത് നാളില് ഒരുപാട് സൽക്കർമ്മങ്ങളായിട്ട് വരും, എന്നിട്ട് അത് എല്ലാം പൊടിച്ച് ധൂളികളാക്കി കളയുന്ന, ചാരമാക്കി പാറ്റിക്കളയുന്ന ഒരവസ്ഥ, അങ്ങനെ വരുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, സുബ്ഹാനല്ലാഹ് അല്ലെ, ഒരു നിമിഷം കൊണ്ട് ഇത്രയും കുന്നുകൂടിയ ഈ ഇലകള് ഈ പിന്നെ എന്താണ് കത്തിത്തീരുമ്പത്തേക്ക് അതെന്തായി, ഒന്നും ഇല്ലാണ്ടായി ഇല്ലേ. ആ ഭൂമിയിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിനോന്ന് അറിയാത്ത വിധത്തിൽ അത് ചാരമായി മാറിയില്ല. അതൊന്നും ഇല്ലാതെ പിന്നെ അത് കാറ്റടിക്കുമ്പോ എന്താകും, അതിങ്ങനെ പറന്ന് അങ്ങനെ തീർന്നല്ലേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെയൊന്നും നമ്മളെ കർമ്മങ്ങള് അല്ലെ പാഴായി പോകാതിരിക്കട്ടെ. ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഈ രീതിയിലാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. സുബ്ഹാനല്ലാഹ്. പഠിച്ചോൻ പറയും നമ്മളെ കുറെ കുന്നോളം മലയോളം കൂമ്പാരം സൽക്കർമ്മങ്ങളുമായിട്ട് വരും, എന്നിട്ട് അതൊക്കെ പൊടിച്ച് ധൂളികളാക്കി കളയെന്ന് പറയുമ്പോ എന്തായിരിക്കും അവസ്ഥ? അതാരുടെയാന്ന്, ആരുടെ കർമ്മങ്ങളാ അങ്ങനെ ആകുന്നത്? അവരുടെ കാര്യം എന്താ പറയുന്നത്, സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യും, എന്നാ തിന്മകൾ ചെയ്യാനുള്ള അവസരം അത് നഷ്ടപ്പെടുത്തൂല. അതായത് തിന്മകളും ചെയ്യും, ഹറാമ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഹറാമും ചെയ്യും, നല്ലതും ചെയ്യും. എന്നിട്ട് ഒറ്റക്കാകുമ്പോ ആരും ഇല്ലാത്തപ്പോഴൊക്കെ വേണ്ടാത്ത കുറെ അനാവശ്യങ്ങൾ ചെയ്യും. ഹറാമിയത്തുകൾ കാണാനും കേൾക്കാനും ചെയ്യാനും പറയാനും ഒരു മടിയും ഇല്ലാതെ ഹറാമുകളും ചെയ്യും. അങ്ങനെയുള്ള ആളുകളുടെ കർമ്മങ്ങളാണ് എന്ത്, ഖിയാമത്ത് നാളില് പാറ്റിക്കളയാൻ, പൊടിയാക്കി കളയാൻ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ല്ലേ. അള്ളാഹ് കാരുണ്യവാനാണ്, കരുണാനിധിയാണ്. എനിക്ക് പുറത്ത് ഇങ്ങനെ മാത്രം വിചാരിച്ച് നമ്മൾ ജീവിക്കണ്ട. അള്ളാഹു തആല മാലിക് യൗമിദ്ദീൻ ആണ് ല്ലേ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. നമ്മളെ കർമ്മങ്ങൾ എങ്ങനെയാന്ന്, നമ്മളെ നിയത്ത് അനുസരിച്ചിട്ടാണ് ഓരോ കർമ്മങ്ങൾക്കും അള്ളാഹു തആല പ്രതിഫലം നൽകുക. നല്ല മുത്തക്കിയായിട്ട് ആൾക്കാരുടെ മുമ്പിൽ നല്ല മുത്തക്കിയായിട്ട് ജീവിച്ച് അല്ലെ, നല്ല വേഷം, നല്ല കർമ്മം, നല്ല സംസാരം, ഇതെല്ലാം നല്ലത്. എന്നിട്ടോ തനിച്ച് രഹസ്യ ജീവിതം, പാപങ്ങളിൽ മുഴുകി തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പേടിക്കണം, നല്ലോണം പേടിക്കണം. കാരണം ഒന്നും ഉണ്ടാവില്ല. ഒരു ഭാഗത്ത് ചെയ്ത സൽക്കർമ്മങ്ങൾ അത്രയും ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ പൊടിയാക്കി പാറ്റിക്കളയാനേ ഉണ്ടാകൂ. ഈ ചാരമൊക്കെ വെറുതെ ഒന്ന് നോക്കിക്ക, ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പം പിന്നെ അള്ളാഹുമായിട്ടുള്ള നല്ലൊരു ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞാല് അള്ളാഹു തആല എന്ത് തരും, പിന്നെ നമുക്ക് സ്വർഗം തരും ഉറപ്പായിട്ടും. അള്ളാഹു തആല അതിലേക്ക് എത്തിക്കട്ടെ. ആമീൻ. പിന്നെ പറയുന്നതാണ് തവക്കുൽ. ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട വലിയൊരു ക്വാളിറ്റിയാണ് എന്ത്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത്. കാരണം അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറി ജീവിക്കാൻ കഴിയൂല അല്ലെ. കാരണം അത് തൗഹീദിന്റെ ഒരു ഭാഗമാണ്, നമ്മളെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു താക്കോലാണ് എന്ത്, തവക്കുൽ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഗുറഫ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ അല്ലദീന സ്വബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു തആല പറഞ്ഞതാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന ഉന്നത സൗധങ്ങളിൽ താമസ സൗകര്യം നൽകുന്നതാണ്. ഖുറഫ് അല്ലെ, ഉന്നത സൗധങ്ങൾ. ആ ഉന്നത സൗധങ്ങളിൽ അവർ നിത്യവാസികളായിരിക്കും. അവർ പ്രവർത്തിച്ച അല്ലെ, നിഅമ അജ്റുൽ ആമിലീൻ, ഇതൊക്കെ നമ്മൾ ഓർത്തു വെക്കേണ്ട വാചകങ്ങളാണ്. ആമിലീങ്ങൾക്ക്, ആലിമീങ്ങൾക്കല്ല.
നിഅമ അജ്റുൽ ആമിലീൻ. ആമിൽ എന്ന് പറഞ്ഞാല് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്ര അനുഗ്രഹീതമാണ്. നിഅമ എത്ര അനുഗ്രഹീതമാണ്. പ്രവർത്തിക്കുന്നവർക്കുള്ള അജ്റാണ്, പ്രതിഫലം. അല്ലാതെ അറിവുള്ളവർക്കുള്ള പ്രതിഫലം അല്ല എന്ന് പറഞ്ഞ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവരുടെ ക്വാളിറ്റിയാണ് അല്ലാഹു തആല പറഞ്ഞത് അടുത്ത ആയത്തില്. അല്ലദീന സബറു, അവരെന്താണ്? ക്ഷമ കാണിക്കുന്നവരായിരുന്നു അല്ലെ, ക്ഷമ കൈക്കൊള്ളുകയും വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ റബ്ബില് ഭരമേൽപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തവരത്രേ അവർ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവില് ഭരമേൽപ്പിക്കുക, നമ്മളെല്ലാ കാര്യവും അള്ളാഹുവില് ഭരമേൽപ്പിക്കുക. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു ഹദീസ് വായിച്ചത് ഞാൻ, ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. പരലോകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരലോകത്ത് ചില സമുദായങ്ങൾ എനിക്ക് കാണിച്ചു തരികയുണ്ടായി. ഒന്നും രണ്ടും ഒക്കെ നബിമാരും അവരോടൊപ്പം കൊച്ചു കൊച്ചു സംഘങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു. ചില നബിമാരുടെ കൂടെ ഒരാൾ പോലും ഇല്ല. അതിനിടയിൽ ഒരു വലിയ ഒരു സംഘം ആളുകൾ എനിക്ക് കാണിക്കപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്റെ സമുദായമാണോ ഇത്? അല്ല, ഇത് മൂസാ നബിയോ അദ്ദേഹത്തിന്റെ ജനതയുമാണെന്ന് പറയുകയുണ്ടേ. പിന്നീട് പറഞ്ഞു, താങ്കൾ ചക്രവാളത്തിലേക്ക് നോക്കൂ. നോക്കിയപ്പോഴുണ്ട് ചക്രവാളം നിറഞ്ഞൊരു കറുപ്പ്. പിന്നെ എന്നോട് പറഞ്ഞു, താങ്കൾ ഇങ്ങോട്ടും, അതായത് ആകാശത്തിന്റെ ഏത് ചക്രവാളങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ. അപ്പോഴുണ്ട് ചക്രവാളങ്ങൾ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കറുപ്പ്. പിന്നെ എന്നോട് പറഞ്ഞു, ഇതാണ് താങ്കളുടെ സമുദായം. ഇതിൽ 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത്രയും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിനകത്തേക്ക് പ്രവേശിച്ചു. അവർക്ക് കൂടുതൽ വിശദീകരണം നൽകിയില്ല. ആളുകൾ ചർച്ചയിലേക്ക് കടന്നു. അവർ പറഞ്ഞു, അള്ളാഹുൽ വിശ്വസിക്കുകയും അവന്റെ റസൂലിനെ പിൻപറ്റുകയും ചെയ്ത നമ്മളായിരിക്കും വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ജനത. അതല്ലെങ്കിൽ ഇസ്ലാമിൽ ജനിച്ച നമ്മുടെ സന്താനങ്ങൾ. നാം ജനിച്ചത് ജാഹിലിയത്തിലാണല്ലോ. അവർ തമ്മിൽ സംസാരിക്കുന്നതാണേ. നാം ജനിച്ചത് ജാഹിലിയത്തിലാണല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് എത്തി സംസാരം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞ്, വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ ആരാണ്? മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവരും, പക്ഷികളെ കൊണ്ട് ശകുനം നോക്കാത്തവരും, ചൂട് വെക്കാത്തവരും, തങ്ങളുടെ റബ്ബിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരുമാണ്. 4 കാര്യങ്ങളാ പറഞ്ഞത്. അതില് തവക്കുലിന്റെ വിഷയം വന്നതുകൊണ്ടാണ് ഈ ഹദീസ് ഇവിടെ പറഞ്ഞത്. ഇത് ഈ എല്ലാ കാര്യങ്ങളും തവക്കുലുമായി ബന്ധപ്പെട്ട തന്നെയാണ്. അള്ളാഹുവിന് ഭരമേൽപ്പിക്കുന്ന ആ ഒരു ഇതിന്റെ മഹത്വം. ആ സമയത്ത് ഉക്കാശ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലേ, അള്ളാന്റെ റസൂലെ, അതേ ഞാൻ ഉൾപ്പെടോ റസൂലെ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പൊ മറ്റൊരാളെ വന്നിട്ട് ഞാൻ വരുമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, ഇല്ല, അത് ഉക്കാശ മറികടന്നു, ഉക്കാശ അത് വാങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൽ നമുക്ക് തവക്കുൽ ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടാകണം, മനസ്സുണ്ടാകണം. എന്തും എന്റെ റബ്ബിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള ഉറച്ച വിശ്വാസം, തവക്കുൽ. പിന്നെ പറയാൻ തന്നെ തഖ്വ അല്ലെ, സൂക്ഷ്മത. അത് അള്ളാഹു അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ള പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കലാണ് തഖ്വ എന്ന് പറയുന്നത്. നമുക്കത് കഴിയണം അല്ലെ. അതേപോലെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ട്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കലും, ഒഴിഞ്ഞു നിൽക്കലും, വെടിയലും. ഇത് രണ്ടും അല്ലെ. അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക. തഖ്വയുള്ളവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു മാത്രല്ല അല്ലെ, അല്ലാഹു തആല എന്തെല്ലാം കാര്യങ്ങളാ ഒരുക്കി വെച്ചിട്ടുള്ളത്. മുത്തഖീങ്ങൾക്കാണ് അതൊക്കെ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. പറയണോ? ആയത്തുകൾ ഒരുപാടുണ്ട് മുത്തഖീങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി പറഞ്ഞു വെച്ച ടീച്ചറെ, സ്വർഗത്തിന്റെ. മറന്നുപോയിട്ടുണ്ടോ? കേൾക്കാലോ. ഉം മറന്നു പോയിട്ടുണ്ടാവൂല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഓരോന്നും. എന്നാലും 1-2 ആയത്തുകൾ മാത്രം ജസ്റ്റ് ഞാൻ ഇങ്ങനെ പറയാം. ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ.
ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഅയൂൻ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ ഇന്നലിൽ മുത്തഖീന മഫാസ. അങ്ങനെ മസലുൽ ജന്നത്തില്ലത്തി വഇദൽ മുത്തഖൂൻ, സ്വർഗം അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങൾ, അതിന്റെ വിശേഷണങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനും ആ മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ തഖ്വയിലേക്ക് നമുക്ക് എത്താൻ, സ്വർഗത്തിലേക്ക് എത്താൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവം. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതില് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് എന്ത്? സൽസ്വഭാവം എന്ന് പറയുന്നത്. നാളെ പരലോകത്ത് മീസാനില് നമ്മുടെ കർമ്മങ്ങൾ തുലാസിൽ തൂക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഘനം തൂങ്ങുന്നത് സൽസ്വഭാവമായിരിക്കും എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇല്ലേ? അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിത്തീരുന്ന അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിന്. അതിലിങ്ങനെ പറയുന്നുണ്ടല്ലോ, നാവിന്റെ കാര്യം ഇങ്ങനെ പറയുമ്പോ നമ്മൾ തീരുമാനിക്കണം, എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരാളെയും വിഷമിപ്പിക്കൂല, വേദനിപ്പിക്കൂല, അല്ലെ ഇതിനെ കൊണ്ട് ഒരാൾ പ്രയാസപ്പെടാൻ പാടില്ല എന്ന് നമ്മൾ ഉറച്ച തീരുമാനം എടുക്കണം. ഒരിക്കലും ഒരാളെയും വേദനിപ്പിക്കാതെ, അല്ലെ വിഷമിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ, എന്നാ ആശ്വസിപ്പിച്ചുകൊണ്ട്, സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ജീവിതം നമുക്ക് പ്രയത്നിച്ചുകൂടെ? നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമല്ലേ ഈ നാവെന്ന് പറയുന്ന ഈ ഒരു നിഅമത്തിലെ. സുബ്ഹാനല്ലാഹ്. അത് നമ്മള് ഒരാളെയും എന്ന് വെച്ചാൽ ഒരാളെയും പുറമേയുള്ള ആൾക്കാരൊന്നും വേദനിപ്പിക്കൂല. ചില ആൾക്കാര് വീട്ടിലുള്ള ആൾക്കാരെ വല്ലാണ്ട് വേദനിപ്പിക്കും ഈ നാവ് കൊണ്ട്. പുറമേ ഭയങ്കര മാന്യന്മാരായിരിക്കും, നല്ല പിന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും നല്ല നല്ല പുറത്തുള്ള ആൾക്കാർക്കല്ല, എന്ത് നല്ല ആളില്ലേ, എന്ത് നല്ല വ്യക്തി, എന്ത് നല്ല മനുഷ്യൻ, എന്ത് നല്ല സ്ത്രീ എന്നിങ്ങനെ പറയും. ആൾക്കാരൊക്കെ നല്ലത് പറയുന്നുണ്ടാവും. വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു സൗകര്യവും കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെ? അങ്ങനത്തെ ആൾക്കാരില്ലേ? സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് സൗകര്യം കൊടുക്കാത്തത് കൊണ്ട്, ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് സൗകര്യം കൊടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ കുറുക്കുറുക്കിട്ട് ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തിനാന്നില്ലേ? എന്തിന്റെ ആവശ്യമാണ് ഈ ഒരു നാവ്? എത്ര നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തുക. ആ സ്നേഹത്തോടെ മോളെ, പൊന്നെ, മുത്തേ, അല്ലെ, ചക്കരയെന്നെല്ലാം വിളിച്ചിട്ട് നമുക്ക് നമ്മളെ മക്കളെയും എല്ലാരെയും നമുക്ക് സ്നേഹിച്ചുകൂടെ? അതേ വാക്കുകൊണ്ട് തന്നെ മോളെ നിന്റെ കൂടെ അതിന്റെ പേര് വേറെ എന്തെങ്കിലും ചേർത്ത് വിളിക്കും, അല്ലെ? ദേഷ്യം പിടിക്കുമ്പോ. അല്ലാഹു അക്ബർ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതെല്ലാം. ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. നമ്മളെ സ്വഭാവം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ദേഷ്യം കോപമൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ദേഷ്യം തീരെ ഒരാൾക്കും പിടിക്കാണ്ടിരിക്കുകയും ചെയ്യൂല. പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? കോപം നിയന്ത്രിക്കാന്നുള്ളത് സ്വർഗത്തിലേക്ക് കിട്ടാനുള്ള വലിയൊരു കാര്യമാണത്. സ്വർഗത്തിലൊരു കവാടം തന്നെ ഉണ്ട്, കാളിമീനൽ ഗൈലിന്. ദേഷ്യം പിടിക്കാൻ നമ്മളടുത്ത് കാരണമുണ്ടായിരുന്നിട്ടും നമ്മൾ ആ ദേഷ്യത്തെ അടക്കി നിർത്തുക. അതിനാണ് കാളിമീനൽ ഗൈൽ എന്ന് പറയാം. അതായത് നമ്മളടുത്ത് റീസൺ ഉണ്ട്, നമുക്ക് മതിയായ കാരണങ്ങളുണ്ട് നമുക്ക് അവരോട് ദേഷ്യപ്പെടാൻ, ദേഷ്യത്തോടെ സംസാരിക്കാനൊക്കെ. പക്ഷെ ആ അപ്പുറത്തെ ഭാഗത്ത് തെറ്റുണ്ട്, ന്യായമായ കാരണങ്ങളുണ്ട് നമുക്ക് ദേഷ്യം പിടിക്കാൻ എല്ലാ വിധത്തിലും. എന്നിട്ടും ദേഷ്യം അടക്കി നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്ത്? മാർക്ക്, 100 മാർക്ക്. സുബ്ഹാനല്ലാഹ്. സ്വഭാവം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണണം. നമ്മളെ സ്വഭാവം നല്ലതാക്കാൻ നമ്മളെ നാവിനെ നമ്മൾ സൂക്ഷിക്കാം. ഈ നാവ് കൊണ്ട് ഒരാളെയും എന്താക്കരുത്? വേദനിപ്പിക്കരുത്, കുറ്റം പറയരുത്, വിഷമിപ്പിക്കരുത്. സന്തോഷിപ്പിക്കുക, സമാധാനം കൊടുക്കുക, ആശ്വാസം കൊടുക്കുക, പറ്റുന്നത്ര. അടുത്ത പറയുന്നത് വിധിവിലക്കുകൾ പാലിക്കുക എന്നുള്ളതാണ്. മതപരമായ ഒരുപാട് വിധിവിലക്കുകൾ ഉണ്ടല്ലോ, അല്ലെ? നമുക്ക് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല ചില കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട്, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ അത് എന്താക്കണം? ചെയ്യണം. അപ്പൊ ശരിക്കും ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്. നരകം ദേഹേച്ഛകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു, സ്വർഗം അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ടും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും
അത് ചെയ്യുകയും വിലക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവർക്കേ സ്വർഗം ലഭിക്കൂ. നമ്മളെ സ്വന്തം ദേഹേച്ഛകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും എന്ത് കിട്ടൂല? സ്വർഗം കിട്ടൂല. ദേഹേച്ഛകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ സങ്കേതം എവിടെയായിരിക്കും? അത് നരകമായിരിക്കും. പിശാചാണെങ്കിലോ അത്തരം കാര്യങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. പിന്നെ സ്വർഗം ലഭിക്കാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്നതാണ് ഷഹാ 5 ഇസ്ലാം കാര്യങ്ങളുണ്ടല്ലോ. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ ഷഹാദത്ത് അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സക്കാ വൽ ഹജ്ജ് വ സൗമ റമദാൻ. സുബ്ഹാനല്ലാഹ്. ഇത്രയും കാര്യങ്ങൾ ഒരാള് പിന്നെ പ്രാവർത്തികമാക്കിയാൽ അവനെന്താണ്? സ്വർഗാവകാശിയാന്ന് അല്ലെ? ഷഹാദത്ത് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണല്ലേ? ഒരാളെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഈ സാക്ഷ്യവാക്യങ്ങളിലൂടെയാണ്. ആ സാക്ഷ്യവാക്യം നമ്മൾ വെറുതെ ഉരുവിട്ടാ പോരാ അല്ലെ? അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണ് നമ്മൾ എന്ന ആ ഒരു ബോധത്തോടെ ഈ വാക്കുകൾ നമ്മൾ പറയണം. അങ്ങനെ നമ്മൾ ആ കലിമ ഉച്ചരിച്ചാൽ തീർച്ചയായും അവൻ എന്തായാലും എന്താണ്? സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പറയുന്നുണ്ട്. അവര് അങ്ങനത്തെ ഏതൊരാളും സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കൂല എന്ന് പറയുന്നു. ഈ 2 സാക്ഷ്യവാക്യങ്ങൾ നമ്മളെ ജീവിതം കൊണ്ട് തെളിയിക്കണം. അഷ്ഹദു എന്ന് നമ്മൾ പറയുമ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അല്ലാഹുവേ. എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലെ? ഏകനായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതം അതിന് മാതൃകയാകണം. നമ്മുടെ കർമ്മങ്ങളിൽ അത് പ്രതിഫലിക്കണം. എന്ത് കാര്യം വന്നാലും അള്ളാഹുവിലേക്ക് മാത്രം, ഏറ്റവും ആദ്യം എൻ്റെ റബ്ബിലേക്ക് മാത്രം തിരിഞ്ഞുകൊണ്ട് എൻ്റെ അല്ലേ അള്ളാഹു എന്നുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ തിരിയണം. മറ്റ് സൃഷ്ടികളിലേക്ക് നമ്മൾ ഓടിപ്പോകുന്നതിന് മുമ്പ് ആദ്യം റബ്ബിലേക്ക് നമ്മൾ തിരിയുന്ന നല്ലൊരു വിശ്വാസത്തിന്റെ ഉടമകളായി തീരാൻ ഓരോരുത്തരും പരിശ്രമിക്കാം. പിന്നെ ഷഹാദത്ത്, നിസ്കാരം, ഇൻഷാ അല്ലാഹ് ഈ ഓരോ വിഷയങ്ങളും നമുക്ക് വിശദമായിട്ട് പിന്നെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നിസ്കാരത്തിന്റെ കാര്യം ഞാനിപ്പോ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മാഷാ അല്ലാഹ് നമ്മള് ഷാക്കിറ ടീച്ചർ വളരെ 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 മനോഹരമായിട്ട് നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് നിസ്കാരത്തിലെ ഓരോ കാര്യങ്ങളിലെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിലെ കാര്യങ്ങളല്ല, നിസ്കാരത്തിന്റെ കാര്യങ്ങള്. പിന്നെ നിസ്കാരത്തിലെ കാര്യങ്ങൾ നമുക്ക് നസ്രീത്തയും പറഞ്ഞു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാ നിലക്കും നമ്മൾ എന്താക്കാം? ഏറ്റവും നല്ല അടിമകളാകാന്, നല്ല നമസ്കാരക്കാരാകാന്, പിന്നെ അതിലൂടെ അല്ലെ സ്വർഗം കിട്ടാൻ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ പറഞ്ഞപ്പോ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അതുപോലെ വേറെ സ്ഥലത്തും നമസ്കാരം പറയുമ്പോൾ അല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ വല്ലദീനഹും അലാ സ്വലാഹത്തിഹിം യുഹാഫിളൂൻ. ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ നിസ്കാരത്തെ കുറിച്ച്. ഇതെല്ലാം സ്വർഗാവകാശികളുടെ ഗുണങ്ങൾ പറയുന്ന, ക്വാളിറ്റീസ് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പൊ നിസ്കാരം എന്നുള്ളത് എന്താണ്? എന്തുകൊണ്ടും എല്ലാം കൊണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ആ നിസ്കരിക്കുന്ന ഒരാൾ എന്താകണം? അതിനനുസരിച്ച് അവന്റെ എല്ലാ കാര്യങ്ങളിലും അതിന്റെ എല്ലാ ഇതും ഉണ്ടായിരിക്കണം അല്ലെ? ഒരു ഹദീസിലെ മിഫ്താഹുൽ ജന്നത്തി അസ്സലാ, സ്വർഗത്തിന്റെ താക്കോലാണ് നിസ്കാരം. സുബ്ഹാനല്ലാഹ്. വ മിഫ്താഹു സ്വലാത്തി അൽ വുദു, നിസ്കാരത്തിന്റെ താക്കോല് വുദുവാണ്. ഇത് രണ്ടും നമ്മൾ എന്താക്കണം? ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്. പിന്നെ നോമ്പ്, ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമളാന് ആഗതമാകാൻ ഇനി മാസങ്ങൾ കുറച്ചേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല രീതിയിൽ മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പ്ലാനിങ് ഉണ്ട്. തസ്കിയ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. റമളാനിലേക്ക് ഏറ്റവും നല്ല റമളാനാക്കാൻ ഈ വരുന്ന റമളാൻ കഴിഞ്ഞ റമളാനിലേക്കാളും നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതിനെ സെറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാൻ ഒരുപാട് ടീച്ചർമാർ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഒരുപാട് പ്ലാനിങ്ങുകൾ ചെയ്യുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ട എന്താ അറിയോ? നമ്മൾ
എത്ര വലിയ ഭാഗ്യവാന്മാരാണ്, നമ്മൾ സൗഭാഗ്യവാന്മാരാണ്. നിങ്ങൾ ഓരോരുത്തരും ഭയങ്കര സൗഭാഗ്യവാന്മാരാണ്. അതായത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ, സ്വർഗം കിട്ടുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ എന്തൊരു അല്ലെ, നമ്മളെ മുമ്പിൽ അല്ലാഹു തആല ഒരുപാട് ഒരുപാട് നല്ല നല്ല ടീച്ചേഴ്സിനെ തന്നിട്ട് നമുക്കിങ്ങനെ ദിവസേന ക്ലാസ്സുകൾ തന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്തുമാത്രം അനുഗ്രഹീതരാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. അപ്പം അതിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വെറുതെ ഒരു കേൾവിക്കാരായി കേട്ടുപോക എന്നതിലപ്പുറത്തേക്ക് നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ, നമ്മളുടെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബത്തിലും എല്ലാം ഇതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. സ്വർഗം കിട്ടുന്ന കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നിസ്കാരം, നോമ്പ്, ജക്കാത്ത്, ഹജ്ജ് അല്ലെ, ഇതെല്ലാം വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ചുരുക്കിയിട്ട് പറയണെങ്കിലും ഇപ്പൊ ഒരു കുറച്ച് സമയമാകും. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വിഷയങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് സുന്നത്തായ കാര്യങ്ങൾ. സുന്നത്ത് നോമ്പുകളും സുന്നത്തായ നിസ്കാരങ്ങളും സുന്നത്തായ എല്ലാ കർമ്മങ്ങളും പിന്നെ നമ്മള് ഈ സ്വർഗത്തിന് കാരണമായി തീരുന്ന കർമ്മങ്ങളിൽ വരുന്നതാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ വിചാരിക്കേണ്ട അത് ചെറുതാണെന്ന്. ചെറുതല്ല, അതൊക്കെ എന്താണ്, വലുതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ എന്നുള്ള നിലക്ക് തന്നെ പറ്റുമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ വിഷയം സംസാരിക്കാം. കാരണം എല്ലാവർക്കും ഇതൊക്കെ കേൾക്കാൻ അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലെ. നോമ്പിനെ കുറിച്ചായാലും ഹജ്ജിനെ കുറിച്ചാണെങ്കിലും സുന്നത്തായ കാര്യങ്ങൾ, സുന്നത്ത് നോമ്പ്, സുന്നത്ത് നിസ്കാരങ്ങൾ, സദക്ക അല്ലെ, ദാനധർമ്മങ്ങൾ, ഇതെല്ലാം അടുത്ത സ്വർഗം കിട്ടുന്ന കാര്യങ്ങളിൽ വരുന്നതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞാലും തീരൂല അല്ലെ. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാലും തീരൂല, മതിയാകും ചെയ്യില്ല. എത്ര പറഞ്ഞാലും മതിയാകൂല, എത്ര കേട്ടാലും നമുക്ക് മതിയാകൂല. ആ രീതിയിൽ തന്നെ നമുക്ക് എത്ര ചെയ്താലും മതിയാകൂല എന്നുള്ള രീതിയിൽ കർമ്മങ്ങൾ ഏറ്റവും നന്നാക്കാൻ, ഏറ്റവും ഭംഗിയാക്കാൻ, ഏറ്റവും ഇഷ്ടത്തോടെ അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് നിസ്കരിക്കാൻ, അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് സദക്ക ചെയ്യാൻ, അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെ നോമ്പെടുക്കാൻ, അങ്ങനെ ഓരോ സൽക്കർമ്മങ്ങളും അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടാക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഭയപ്പെട്ടിട്ട് പേടിച്ചിട്ട് അങ്ങനെയല്ല എന്നല്ല, നമ്മൾ പലപ്പോഴും പിന്നെ അല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടൂലേ, എന്നാൽ നമ്മള് ശരിയാവൂലാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതിലപ്പുറം അതൊക്കെ വേണം. പക്ഷെ അതിലപ്പുറം അള്ളാഹിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടം കൊണ്ട് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സ്വർഗം ലഭിക്കുന്ന ഒരു മിനിറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റഹ്മാനായ റഹീമായ അല്ലാഹുവേ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. നീ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള നല്ല ആരോഗ്യവും ആഫിയത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. വെള്ളിയാഴ്ചയാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾക്കുള്ള അവസരമാണെന്നുള്ള കാലം നമ്മൾ മുമ്പിൽ തരുന്നതാണ്. അതുപോലെ ദാനധർമ്മങ്ങൾക്കും എല്ലാം പ്രത്യേകം പുണ്യം പറഞ്ഞ ദിവസമാണ്. പിന്നെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകം സ്വീകാര്യത ഉണ്ടെന്ന് പറഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ച. അസറിന് ശേഷം മഗ്‌രിബോട് കൂടി അടുത്ത സമയങ്ങൾ പ്രാർത്ഥനക്ക് കൂടുതൽ സ്വീകാര്യതയുണ്ട്. എല്ലാവരും ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്താം.
ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത കുറേ ആളുകളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ. ഒരുപാട് സഹോദരിമാര് പല ആവശ്യങ്ങളും പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങൾ അല്ലാഹുവേ നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ച് സമാധാനം ക്ഷമയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നാഥാ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار وادخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.